ഹലോ ഗായ്സ്, ഞാൻ ഈ പോകുന്ന വഴിയുണ്ടല്ലോ, ശരിക്കും ഞാൻ ഈ വഴിയല്ല പോകേണ്ടുന്നത്. ഞാൻ പോകാൻ ഉദ്ദേശിച്ച വഴിയുടെ അവസ്ഥയാണിതേ ഈ കാണുന്നത്. നാടിന് വേണ്ടി തുടങ്ങിയ വികസനം ഭൂമിക്കടിയിലേക്ക് ഒലിച്ചു പോകുന്ന അവസ്ഥയാണ് നമ്മൾ കാണുന്നത്. നാടിൻ്റെ വികസനം എന്ന് പറഞ്ഞ് ഉള്ള റോഡും കൂടെ കുത്തിപ്പൊളിച്ച് നിവർത്തിയില്ലാതെ അതുവഴി യാത്ര ചെയ്യേണ്ടി വരുന്ന നമ്മുടെ വണ്ടിക്ക് ഉണ്ടാവുന്ന കേടുപാടുകൾ പോലും നമ്മുടെ കയ്യിൽ നിന്ന് കാശ് മുടക്കിയാണ് നമ്മൾ ശരിയാക്കുന്നത്. നമ്മുടെ നികുതി പണം കൊണ്ട് കെട്ടിപ്പൊക്കിയ ഇതുപോലുള്ള ഹൈവേകൾ ഇതുപോലെ തകർന്നടിയുമ്പോൾ വീണ്ടും ആ നികുതി പണത്തിൽ നിന്ന് തന്നെ വീണ്ടും ഒരംശം ഇതിനു വേണ്ടി ചെലവാക്കുന്നു. ഇത് കൂടാതെ ഇനി ഇത് കെട്ടിക്കഴിഞ്ഞ് ടോൾ എന്ന് പറഞ്ഞൊരു സംഭവം വർഷങ്ങളോളം പിരിച്ച് ലാഭം ഉണ്ടാക്കുന്നു. ഒരു വികസനത്തിന്റെ പേരിൽ ഒരു നാടിനെ തന്നെ ഇല്ലാതാക്കിയിരിക്കുകയാണ്. നമ്മുടെ കൊല്ലത്തെ കൊട്ടിയം എന്ന് പറയുന്ന സ്ഥലം അത്യാവശ്യം എല്ലാവർക്കും അറിയായിരിക്കും. എന്നാൽ ഇന്ന് കച്ചവട ശൃംഖലയെ അതിരൂക്ഷമായി തകർത്തിരിക്കുകയാണ് ഈ ഒരു നാഷണൽ ഹൈവേ. വളരെ വേഗത്തിൽ വികസിച്ചുകൊണ്ടിരുന്ന സ്ഥലമായിരുന്നു നമ്മുടെ കൊട്ടിയം. വ്യാപാര ശൃംഖലയിൽ നല്ല രീതിയിലുള്ള വളർച്ച ഉണ്ടായിക്കൊണ്ടിരുന്ന സമയത്താണ് നമ്മുടെ നാഷണൽ ഹൈവേയുടെ പ്രോജക്റ്റ് തുടങ്ങുന്നത്. ഹൈവേയുടെ പണി തുടങ്ങുന്നതിൻ്റെ ഇരട്ടി വേഗത്തിൽ തന്നെ നമ്മുടെ നാട് ഇപ്പോൾ വളരെയധികം നശിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് ആർക്കും വേണ്ടാത്തൊരു സ്ഥലമായി മാറിയിരിക്കുകയാണ് നമ്മുടെ കൊട്ടിയം. ഇത് കൊട്ടിയം എന്ന് പറയുന്ന ഒരു സ്ഥലത്തിൻ്റെ ഒറ്റപ്പെട്ട അവസ്ഥ മാത്രമല്ല, ഈ ഹൈവേ കടന്നു പോകുന്ന കേരളത്തിൻ്റെ അങ്ങേയറ്റം മുതൽ ഇങ്ങേയറ്റം വരെയുള്ള പല സ്ഥലങ്ങളുടെ അവസ്ഥ ഇന്നിപ്പോൾ ഇതാണ്. യാത്ര സുഗമമാക്കാൻ ഇങ്ങനെയുള്ള വികസനം ഇവിടെ കൊണ്ടുവരുമ്പോൾ ചെറുകിട വ്യവസായങ്ങളെ കൂടി അത് ബാധിക്കുമോ എന്നൊരു പഠനം ഇവിടെ നടത്തായിരുന്നു. എന്താണ് ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം?